തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിലെ ഉൾപോരും കനക്കുകയാണ്. അത് തെളിയിക്കപ്പെടുന്ന സൂചനകളാണ് ഓരോ മിനിറ്റിലും പുറത്തുവരുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ 2 ദിവസത്തെ പരിപാടികൾ റദ്ദാക്കിയെന്ന് അറിയിപ്പ് നൽകിയ ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഗ്രസ് സംഘടിപ്പിച്ച സമരവും ഭാരവാഹി യോഗവും ബഹിഷ്കരിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പുനഃസംഘടനാ പരാതികൾ പരിഹരിക്കാൻ നടത്തിയ പുതിയ നിയമനങ്ങളിലും തഴഞ്ഞതോടെയാണ് KPCC ഭാരവാഹി യോഗം സതീശൻ ബഹിഷ്കരിച്ചത്. കന്റോൺമെന്റ് ഹൌസിലുണ്ടായിരുന്ന അദ്ദേഹം രക്തസമ്മർദ്ദം കൂടിയതിനാൽ വിശ്രമിക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. KC വേണുഗോപാലിന്റെ മാത്രം തീരുമാനം നടപ്പാക്കുന്നതിലാണ് സതീശന്റെ പ്രതിഷേധം. ഏറ്റവും ഒടുവിൽ സതീശന്റെ നിർദ്ദേശം തള്ളി 3 ജനറൽ സെക്രട്ടറിമാരെ കൂടി AICC അംഗീകരിച്ചു. 20 പേരുടെ പട്ടിക പ്രതിപക്ഷ നേതാവ് നൽകിയതിനാൽ KPCC സെക്രട്ടറി നിയമനം തൽക്കാലം വേണ്ടെന്ന് തീരുമാനിച്ചു. ജനറൽ സെക്രട്ടറിമാരുടെ ആദ്യ പട്ടിക പരിഗണിക്കുമ്പോൾ കൂടുതൽ പേരെ വേണമെന്ന നിലപാടിലായിരുന്നു സതീശൻ. അതും നടക്കാതായതോടെ സംഘടനാ തലത്തിൽ കനത്ത തിരിച്ചടിയായി. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന ഒരാളും ഇതുപോലെ അവഗണിക്കപ്പെട്ടിട്ടില്ല. മരിയാപുരം ശ്രീകുമാർ, അബ്ദുറഹ്മാൻ കുട്ടി, സൂരജ് രവി എന്നിവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ. ഇവരെ ഇന്നലത്തെ KPCC യോഗത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. സതീശൻ ആവശ്യപ്പെട്ട ചെമ്പഴന്തി അനിലിനെ പരിഗണിച്ചില്ല. N ശക്തനെ തൽക്കാലം മാറ്റേണ്ടെന്ന് തീരുമാനിച്ചതോടെ അനിൽ തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആകുമെന്ന പ്രതീക്ഷയും അസ്തമിച്ചു. മരിയാപുരം ശ്രീകുമാർ K മുരളീധരന്റെ നോമിനിയാണ്. പന്തളത്തെ UDF സംഗമം ജാഥ ക്യാപ്റ്റനായ മുരളീധരൻ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് KC വേണുഗോപാൽ കൊടുത്ത ഉറപ്പിലാണ് നിയമനം. KP ധനപാലനെയും വെട്ടി. A ഗ്രൂപ്പ് പട്ടികയിലുള്ളയാളാണ് അബ്ദുറഹ്മാൻ കുട്ടി. VM സുധീരനൊപ്പമാണ് സൂരജ് രവി. അതേസമയം മുണ്ടക്കൈ ദുരിതബാധിതരുടെ വീടുകളുടെ നിർമ്മാണം എവിടെ വരെ എത്തിയെന്ന ചോദ്യം വന്നതോടെ പുനഃസംഘടന സംബന്ധിച്ച വാർത്താ സമ്മേളനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിർത്തി. KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനമാണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത്. സർക്കാരിനെതിരെ ശബരിമല ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ സമരത്തിന് ഇറങ്ങുമെന്ന് വ്യക്തമാക്കാനാണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. വൃശ്ചികം 1-ന് വാർഡുകളിൽ ജ്യോതി തെളിയിക്കുമെന്നാണ് സണ്ണി ജോസഫ് അറിയിച്ചത്. ശബരിമലയിൽ സർക്കാരിന് പ്രത്യേകം പങ്കില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സർക്കാരും ദേവസ്വം ബോർഡും സ്വാഗതം ചെയ്തതാണ്. എന്നാൽ കോടതി അന്വേഷണത്തിൽ തൃപ്തരാകാത്ത കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും പലവിധ അഭിപ്രായമായിരുന്നു. അതിനിടയിലാണ് പുതിയ സമരം KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തത്.